ആയതിനാൽ ഇനി ജീവിക്കാനുള്ള അർഹത എനിക്ക് ഇല്ല. ഞാൻ പോവുകയാണ്. ആരും കരയരുത്. ആരും കരയരുത്. വിട എന്ന് ഞാനാ നിന്റെ പേരല്ലേ വയ്ക്കേണ്ടത്. നീന്ന് എന്ന് ഞാൻ എന്തോന്നക്കടേ നീ എന്നെ കൊണ്ട് ഇത് എഴുതിക്കണത്? എൻ്റെ ആത്മഹത്യക്കുറിപ്പ്. പിന്നെ എന്തോന്ന് ചെയ്യണോടെ ഞാൻ? സിനിമയെന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് ഏതൊക്കെ നാട്ടിൽ പോയി അവസാനം ഇവിടെ അടിഞ്ഞുകൂടി. അന്ന് നമ്മൾ ഇവിടെ വന്ന് കൂടിയ സമയത്ത് ജനിച്ചിട്ടില്ലാത്ത പോലും പയ്യന്മാരുന്ന സ്റ്റാറുകളെ നിൽക്കുക. എവിടെ? മോളിവുഡ് ടൈംസിൽ പോയി കാണും. അഭിനവ് സുന്ദർ നായിക് എന്നും പറഞ്ഞൊരു ഡയറക്ടർ, നസ്ലൻ എന്നും പറഞ്ഞൊരു ആക്ടർ. എനിക്ക് സഹിക്കാൻ വയ്യ. എടാ, ഇങ്ങനെയുള്ള സമയത്താണ് ആക്ഷേപങ്ങൾ പറഞ്ഞുണ്ടാക്കാനുള്ളത്. നേരിട്ട് പറയണം. സോഷ്യൽ മീഡിയയിൽ കൂടെ പറയണം. പറഞ്ഞ് അവന്മാരെ നശിപ്പിക്കണമെന്ന്. അതിന് വെറുതെ നീ എന്തിനാണ് ഈ ചാവാൻ പോണത്? അവന്മാർ തകരുമില്ലടാ. അതൊരു ശരിയാ. എടാ, അവന്മാരാണെങ്കിൽ ഭയങ്കര ഹാർഡ് വർക്കാ. സ്ക്രിപ്റ്റ് ആണെങ്കിലും ക്യാമറയാണെങ്കിലും അഭിനയമാണെങ്കിലും പറയാനില്ല. ഇവിടെ ആണെങ്കിൽ നോക്ക്, നിന്റെ ആത്മഹത്യക്കുറിപ്പ് വരെ എന്നെ കൂലിക്കിരുത്തിയല്ലേ നീ എഴുതിക്കണത്. എന്തോ ഇവിടെ ചർച്ച? പിള്ളേർ പടം എടുത്ത് ഹിറ്റാക്കിയപ്പോഴേ ഇവന് സഹിക്കാൻ വയ്യ. അവനിപ്പോൾ ആത്മഹത്യ ചെയ്യണോ? ചേടാ, ഇതൊരു കോംപ്ലിക്കേറ്റഡ് വിഷയമാണല്ലോ. ഒന്നാമത് തലവര തിരുത്തി കുറിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് പരാജയപ്പെട്ടവരുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. അത് ചെയ്ത് അവർ വിജയിച്ച് നിൽക്കുന്നു. അവരെ ഓർത്ത് അസൂയപ്പെടുന്ന ഇങ്ങോരാണെങ്കിൽ ലോകത്തോന്നി. അസൂയിക്കും കുശുമ്പിനും മരുന്നില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതിനിടെ ഞാൻ അസൂയപ്പെടുന്നേ 10-25 കൊല്ലമായിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആണ്. സകല സിനിമയും സകല ദിവസവും പോയി കാണും. പിന്നെ കാണാ താടി, മുടി, ചിന്ത, 6 പോക്കറ്റുള്ള പാൻറ്, ഇങ്ങനത്തെ തൊപ്പി 7 എണ്ണം, 7 കളറില്ല. പക്ഷെ ഇതൊന്നും ഡയറക്ടർ ആവാനുള്ളൊരു യോഗ്യതയല്ല. കറക്റ്റ്. ഒരു നല്ല സംവിധായകനാകണമെങ്കിൽ മോളിവുഡ് ടൈംസിൽ നസ്ലിൻ ചെയ്ത ഡയറക്ടറിന്റെ റോളില്ലേ, എന്താ, വിനീത് മാധവൻ, അതുപോലെ പണിയെടുക്കണം. ശരീരം കൊണ്ട് മാത്രമല്ല, ബുദ്ധി കൊണ്ട്, ക്രിയേറ്റിവിറ്റി കൊണ്ട്. മനസ്സിലായ? എങ്കിലൊന്ന് കേട്ടോ, എൻ്റെ വിധി, എൻ്റെ തീരുമാനങ്ങളാണ്. ഇതും അതേ സിനിമയിൽ ഇതേ നസ്ലൻ പറയുന്നതാണ്. ചുളൂൽ എനിക്കൊരു ഹിറ്റ് വേണ്ട എന്നും ഹാർഡ് വർക്കിംഗ് ആയ നസ്ലിൻ്റെ കഥാപാത്രം മോളിവുഡ് ടൈംസിൽ പറയുന്നുണ്ട്. എല്ലാ ലോജിക്കോടെയും. ഇങ്ങനെ ഒരു സിനിമ നീ ചെയ്യില്ല, ചെയ്താലും ഇറങ്ങൂല, ഇറങ്ങിയാലും ഓടൂല. ഇങ്ങനെ ഒരു ഡയലോഗ് അതിലുണ്ടെന്നാണല്ലോ ഞാൻ കേട്ടത്. നിർത്തടാ. കഷ്ടപ്പെട്ട് നേടുന്ന നിധി, കഴിവില്ലാത്തവൻ കട്ടെടുത്ത കഥ. ആ ഡയലോഗാടാ എനിക്കിതിൽ ഏറ്റവും ഫീൽ ചെയ്തത്. കഷ്ടപ്പെട്ടെടുത്ത നിധി എന്നല്ല, കഴിവുള്ളവൻ കഷ്ടപ്പെട്ടെടുത്ത നിധി എന്നാണ് അതിലെ ഡയലോഗ്. ആ ഡയലോഗ് നീ കൂടെ എന്തേടെ ബന്ധം? പക്ഷെ പടം എക്സലൻ്റാണ്. ഈ ആക്ടിങ് വൈസ് പറയുകയാണെങ്കിൽ നസ്ലിൻ, വിനീത് ശ്രീനിവാസൻ, ഷറഫുദ്ദീൻ, ബേസിൽ ജോസഫ്, ഗോപിക രമേശ്, സംഗീത് പ്രതാവ്, എല്ലാവരും ഒരു രക്ഷയില്ല കേട്ടോ. തന്നെ കിടിലൻ ടീമാണല്ലോ അപ്പോൾ. പിന്നെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ അഭിനവ് സുന്ദർ നായിക്കിൻ്റെ ഡയറക്ഷൻ, വിശ്വജിത്തിൻ്റെ ക്യാമറ, നിതിൻ രാജിൻ്റെ എഡിറ്റിംഗ്, ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്, ഒരു രക്ഷയില്ല. ബ്രില്യൻറ്റ്, സൂപ്പർ. അന്ന് ഈ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് ഇറങ്ങിയപ്പോഴേ ഈ ഡയറക്ടർ അഭിനവ് സുന്ദർ നായിക്കിനെ ഞാൻ നോട്ട് ചെയ്തതാ. ഓ, എന്നിട്ട് കൂണെന്ന് പറഞ്ഞു പോയി, കൈയടിച്ചു, ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് ഈ പടം ഇറങ്ങിയപ്പോൾ മോളിവുഡ് ടൈംസ് കൂണെന്ന് പറഞ്ഞു പോയി, കൈയടിച്ചു, ഇറങ്ങി വന്നു. ആരും കൈയടിച്ചു. ബ്രില്യൻസ് ഉണ്ടേ. നിങ്ങളും പോയി കണ്ടു നോക്ക്. കിടിലം പടാ. I'm coming to save Malayalam cinema.